ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഹെയർ ബൺ ആണ് കേട്ടോ. ഒരു ഗോൾഡൻ ക്രീം കളർ വരുന്ന ഗ്രോസ് ഗ്രെയിൻ റിബൺ വെച്ചിട്ടുള്ള ഒരു കളറാണ്. അപ്പോൾ നമുക്കിതിൻ്റെ മേക്കിംഗ് വീഡിയോ കാണാം. അപ്പോൾ സിമ്പിളായിട്ട് മേക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. ത്രെഡും നീഡിലും മാത്രം മതി. ഗ്ലൂ ഒന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇവിടെ പിറകിൽ മാത്രം ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്താൽ മാത്രം മതി കേട്ടോ. അപ്പം നമുക്ക് മേക്കിംഗ് വീഡിയോ കാണാം. കാര്യമായിട്ട് നമുക്ക് വേണ്ടത് ഈ ഒരു ഗ്രോസ് ഗ്രെയിൻ റിബണും പിന്നെ പിറകിൽ വെക്കാനുള്ള ഹെയർ ബണ്ണുമാണ് കേട്ടോ. നമുക്ക് അല്ലെങ്കിൽ ബണ്ണിന് പകരം അലിഗേറ്റർ ക്ലിപ്പ് യൂസ് ചെയ്താലും മതി. അപ്പോൾ ഞാൻ ഈ ഒരു ഈ ഒരു എന്താ പറയുക ഹെയർ ബണ്ണ് ചെയ്യാൻ പോകുന്നത് ടോട്ടലും നീഡിലും ത്രെഡും മാത്രം വെച്ചിട്ടാണ്. ഗ്ലൂ അപ്ലൈ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഗ്രോസ് ഗ്രെയിൻ റിബണിനെ നമുക്ക് 8.5 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ ഒരു 30 പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് പിന്നെ ഒരു 10 പീസ് എക്സ്ട്രാ വേണം. അപ്പോൾ ടോട്ടൽ 40 പീസ് വേണം. ഈ നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന അതായത് 8.5 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ കട്ട് ചെയ്തിരിക്കുന്ന പീസുകൾ ഇതുപോലെ ആദ്യം കോർത്തെടുക്കണം. അത് 30 നമ്പർ വരും ടോട്ടൽ, അതായത് 30 നമ്പേഴ്സ് വരുന്നുണ്ട് 8.5 സെൻറ്റിമീറ്റർ കട്ട് ചെയ്ത പീസുകൾ. പിന്നെ നമുക്ക് 8 സെൻറ്റിമീറ്റർ കട്ട് ചെയ്ത പീസുകൾ 10 പീസുകളായിട്ട് എക്സ്ട്രാ വേണം. അത് പിന്നെ നമ്മൾ കോർത്തെടുക്കും കേട്ടോ. ഇതുപോലെ തന്നെ ചെയ്യണം. അതും ഞാൻ ഇതുപോലെ ഓരോന്നും കോർത്തെടുക്കുന്നുണ്ട്. അപ്പോൾ കോർത്തെടുക്കുമ്പോൾ തന്നെ നിങ്ങൾ നീറ്റായിട്ട് വേണം വെക്കാൻ. ചിതറി കിടക്കുന്ന രീതിയിലൊന്നും ആവാൻ പാടില്ല കേട്ടോ. ഇങ്ങനെ ഓർഡറായിട്ട് നമുക്ക് 1 by 1 ആയിട്ട് കോർത്തെടുത്തിട്ട് ഓർഡറായിട്ട് വേണം വെക്കാൻ. അല്ലെങ്കിൽ നമുക്ക് ഇത് മൊത്തത്തിൽ വരുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷനായിരിക്കും. പിന്നെ നമുക്ക് ആ ഒരു ഫ്ലവറിൻ്റെ ഒരു മോഡലിലേക്ക് വരാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നീറ്റായിട്ട് ഓർഡറിൽ വേണം ചെയ്തെടുക്കാൻ. എന്നിട്ട് 2 എൻഡും നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കണം. അപ്പം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ത്രെഡിൻ്റെ 2 എൻഡും കൂടി ഒന്ന് ജോയിൻ ചെയ്ത് വെക്കണം. ഇതുപോലെ ഓർഡറായിട്ട് പിടിച്ചതിന് ശേഷം ഈ ഭാഗം ഉണ്ടോ, ഇതിലൂടെ നമുക്കൊന്ന് ത്രെഡ് 2 എൻഡും കൂടി ഒന്ന് കൂട്ടി ഞാൻ ടൈ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്നുകൂടി ഒന്ന് ടൈറ്റാക്കി ടൈ ചെയ്ത് വെക്കണം. ഇതുപോലെ പിടിച്ചിട്ട് വേണം വെക്കാൻ. അപ്പോൾ ഇങ്ങനെ വെച്ചതിന് ശേഷം നല്ല നീറ്റായിട്ടൊന്ന് ടൈ ചെയ്തിട്ട് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലോട്ടേക്ക് ഓർഡറായിട്ട് വെക്കണം. അപ്പോൾ കാണുമ്പോൾ നമുക്കൊരു നല്ലൊരു ഫ്ലവറിൻ്റെ രൂപത്തിൽ വരണം. ഒരു മിഡിൽ ഭാഗമൊക്കെ ഒന്ന് നല്ല നീറ്റായിട്ട് വരണം കണ്ടോ. ഇതുപോലെ ഒന്ന് ശരിയാക്കി വെക്കണം നിങ്ങൾ. മനസ്സിലാവുന്നില്ലേ ഞാൻ ചെയ്യുമ്പോൾ? അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്തെടുക്കുക കേട്ടോ. കണ്ടോ, അടിഭാഗമൊക്കെ ഒന്ന് പിടിച്ചിട്ട് ഒരു കൂട്ടി കെട്ടിയതുപോലെ ഒന്നും തോന്നാൻ പാടില്ല. നല്ല നീറ്റായിട്ട് ഇതുപോലെ വേണം വരാൻ. ഇനി ഇതുപോലെ നമുക്ക് ഒന്നുകൂടി നമുക്ക് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ മിഡിൽ ഭാഗത്തോട്ടേക്ക് വെക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനി നമുക്കിതിൻ്റെ അടിഭാഗത്ത് ഈ ഒരു എന്താ പറയുക ഫെൽറ്റ് ഷീറ്റ് ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് മറ്റേത് വെക്കാം. ഇതിൻ്റെ പിറകിലോട്ട് ഞാൻ ഫെൽറ്റ് ഷീറ്റൊക്കെ വെച്ചിട്ടൊന്ന് സെറ്റാക്കിയിട്ടുണ്ട്. ഫെൽറ്റ് ഷീറ്റ് വെക്കുമ്പോൾ തന്നെ നമുക്ക് ഇതൊന്ന് ഫ്ലാറ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ കാരണം ഇത് നമ്മൾ ഒന്ന് പ്രസ് ചെയ്തിട്ടാണല്ലോ ഫെൽറ്റ് ഷീറ്റ് വെക്കുന്നത്, അല്ലെങ്കിൽ അതൊരു കൂമ്പി പോലെ ഇരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ ഇതുപോലെ ഇരിക്കും. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് നമുക്ക് ഈ ഒരു 8 സെൻറ്റിമീറ്റർ കട്ട് ചെയ്തിരിക്കുന്ന 10 പീസസ് ഇങ്ങനെ വെച്ചിട്ട് നേരത്തെ ചെയ്ത അതേ മെത്തേഡിൽ തന്നെ അതിൻ്റെ 2 എൻഡും ത്രെഡിൻ്റെ 2 എൻഡും കോർത്തിട്ട് നമുക്കൊരു ഇതിൻ്റെ മിഡിൽ ഭാഗത്തോട്ടേക്ക് നീഡിലും ത്രെഡും വെച്ചിട്ട് തന്നെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് നല്ലൊരു ബ്ലോസം ഫ്ലവർ പോലെ തോന്നും കണ്ടോ. അപ്പോൾ ഇതുപോലെ നല്ല ലുക്കായിട്ട് വരും. നല്ലൊരു നീറ്റായിട്ട് വേണം ചെയ്തെടുക്കാൻ. ഇതിൻ്റെ മിഡിൽ ഭാഗത്തോട്ടായിട്ട് തന്നെ വെക്കണം കേട്ടോ. അപ്പോൾ എന്താ പറയുക നല്ലൊരു വിരിഞ്ഞ ഫ്ലവർ പോലെ നമുക്ക് തോന്നും. കുറച്ചുകൂടി തിക്കായിട്ടും. ഞാനിപ്പോൾ ടോട്ടൽ ഒരു 40 പീസസാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ എണ്ണം കൂട്ടാം കേട്ടോ. അപ്പോൾ എനിക്ക് ഇത്ര മതിയെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ വേണമെങ്കിൽ എണ്ണം കൂട്ടാം, ഡിഫറെൻറ്റ് കളറും എടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ഫ്ലവർ കൂടി അതിൻ്റെ മുകളിലോട്ടൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനത് നീഡിലും ത്രെഡും വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആ നീഡിലും ത്രെഡ് അതിൻ്റെ ഫെൽറ്റ് ഷീറ്റിൻ്റെ മുകളിലൂടെയാണ് കുത്തിയെടുത്തത് കേട്ടോ. അപ്പോൾ അടിഭാഗം ത്രെഡ് കാണുന്നുള്ള ഒരു പ്രോബ്ലം വരില്ല. ഈ ഒരു ബണ്ണും കൂടി നമുക്കതിൻ്റെ മുകളിലോട്ട് അറ്റാച്ച് ചെയ്ത് വരുമ്പോൾ ആ ഒരു ത്രെഡ് വരുന്ന പോർഷൻ കവറായിട്ട് വരും കേട്ടോ. ഈ ഒരു ഹെയർ ബണ്ണിനെ ഇതിൻ്റെ ഫെൽറ്റ് ഷീറ്റിൻ്റെ മുകളിലോട്ട് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാൻ നീഡിലും ത്രെഡും വെച്ചിട്ട് മാത്രമാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഫെൽറ്റ് ഷീറ്റിൻ്റെ മുകളിലോട്ട് മാത്രമായിട്ടാണ് നീഡിലും ത്രെഡും പോകുന്നത്. ഫ്ലവറിൻ്റെ മുൻഭാഗത്തോട്ടൊന്നും നീഡിൽ പോകുന്നില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു ബണ്ണ് അവിടെ ടൈറ്റായിട്ട് നിൽക്കും. അപ്പോൾ നേരത്തെ നമ്മുടെ അവിടെ കാണുന്ന ത്രെഡൊക്കെ ഇതിൻ്റെ അടിഭാഗത്തോട്ട് പോയി.
അപ്പോൾ നമുക്ക് നല്ലൊരു ബ്ലോസം ഹെയർ ബണ്ണ് കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. മൾട്ടി കളറുള്ള ഗ്രോസ് ഗ്രെയിൻ റിബൺ വെച്ച് കഴിഞ്ഞാലും നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഹെയർ ബണ്ണ് നിങ്ങൾക്ക് കിട്ടും. പിന്നെ നീഡിലും ത്രെഡും മാത്രം വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫെൽറ്റ് ഷീറ്റ് വെക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ഞാൻ ഗ്ലൂ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും അവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കൂടുതലും വലിയ ആൾക്കാർക്കാണ് ഇത് യൂസ്ഫുൾ ആവുന്നത്. ചെറിയ കുട്ടികൾക്ക് ലോങ് ഹെയർ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ എൻ്റെ അടുത്ത് നിന്ന് കൂടുതലും വലിയ ആൾക്കാരാണ് വാങ്ങിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം. എൻ്റെ ബിസിനസ് അക്കൗണ്ടിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി, ഞാൻ അയച്ചു തരുന്നതായിരിക്കും. പിന്നെന്താ, അപ്പോൾ എല്ലാവരും ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ബിഗിനേഴ്സും നിർബന്ധമായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. എന്താ നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഫ്ലവറാണ്. കുറച്ച് വലിയ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ 2 സൈഡിലും മുടി മടഞ്ഞ് കിട്ടുമ്പോൾ ഇതുപോലെ വെച്ച് കൊടുക്കുമ്പോൾ നല്ല ഭംഗി കിട്ടും കേട്ടോ, 2 സൈഡിലും മടഞ്ഞിട്ടിട്ട് വെക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ. താങ്ക് യു.